കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ UDF എന്ന് പറയുന്ന മുന്നണിയുടെ ആണിക്കല്ലാണ്, അവരുടെ ബാക്ക് ബോണാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് ചെയ്ത പ്രവർത്തനങ്ങൾ എന്തൊക്കെയാ? നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നിങ്ങൾ നോക്ക്, വയനാടിലെ ഇത്തവണത്തെ വലിയ വിജയം നിങ്ങൾ നോക്ക്, മലപ്പുറത്തിന് പുറത്ത് കോൺഗ്രസ് ഒത്തിണക്കത്തോടെ പ്രവർത്തിച്ച് വിജയം നേടിയത് മുഴുവൻ നിങ്ങൾ നോക്ക്. അവിടെ മുഴുവനും കുഞ്ഞാപ്പയുടെ കുട്ടികൾ പച്ച രാഷ്ട്രീയം പറഞ്ഞ് ലീഗിൻ്റെ ചുണക്കുട്ടികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. UDFിലെ കേഡർ പാർട്ടി എന്ന് നമ്മളെല്ലാവരും ഉറപ്പിച്ചു പറയുന്ന മുസ്ലിം ലീഗ്, ആ ലീഗ് ഒന്നിടപെട്ടു. എവിടെ? ശക്തമായി VD സതീശൻ, കെ സി വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, നിങ്ങളിങ്ങനെ അടികൂടല്ലേ, ഹൈക്കമാൻഡിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കൂ എന്ന് 20 പുറത്ത് MLA-മാരെ വിജയിപ്പിച്ചു കൊണ്ടുവന്ന ലീഗ് പറഞ്ഞു. ഇഷ്ടപ്പെട്ടില്ല കുഴൽനാടന്. എന്നും കുഴലൂത്ത് നടത്തുന്ന കുഴൽനാടൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിന്ന് വിളിച്ചു പറയാ, ലീഗിൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഞങ്ങൾ ഇടപെടാറില്ല, അതുപോലെ തന്നെ നിങ്ങൾ ഇങ്ങോട്ടും ഇടപെടണ്ട, മാറി നിൽക്കാൻ ലീഗിനോട് പറയുന്ന തൻ്റെ ഇടം കാണിച്ചു എന്നുള്ളതാണ്. വലിയ PR പോലെ മാത്യു കുഴൽനാടൻ ഫാൻസ് പറഞ്ഞു വരുത്തുന്നത് എന്താ? ആരുടെ മുഖത്ത് നോക്കിയും എന്തും ഏതും ന്യായമാണെങ്കിൽ വിളിച്ചു പറയുന്നയാളാണ് മാത്യു കുഴൽനാടൻ എന്ന ജനകീയനായ നേതാവെന്ന്. ഇതിനെ ഞങ്ങൾ പറയുക തിണ്ണമിടക്കെന്നാണ്. തിണ്ണമിടുക്ക്. കൃത്യമായി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങളെ എന്നും ഒരു റെസൊല്യൂഷൻ എടുക്കുന്ന പാണക്കാടും കുഞ്ഞാലിക്കുട്ടി സാഹിബും ഒക്കെ വലിയ ഒരു ഫാക്ടറായി നിലനിൽക്കുമ്പോൾ, അവരുടെ ഒരു അഭിപ്രായം വരുമ്പോൾ അതിവിടെ എടുക്കണ്ട, ഞങ്ങൾ കാത്തിരിക്കാം, നിങ്ങളുടെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഞങ്ങൾ ഇടപെടുന്നില്ലല്ലോ എന്ന്. കുഴൽനാട, നിങ്ങളുടെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ലീഗ് ഇടപെടാറുണ്ട്. കോൺഗ്രസിലൊരു പ്രശ്നം വരുമ്പോൾ, സ്വരച്ചേർച്ച വരുമ്പോൾ നിങ്ങളുടെ നേതാക്കന്മാർ ഓടിച്ചെന്ന് കയറുന്നത് സാക്ഷാൽ കുഞ്ഞാലിക്കുട്ടിയുടെയും പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലേക്കുമാണ്. അങ്ങനെയാണെങ്കിൽ ലീഗിനത് പറയാനുള്ള ആർജവവും നട്ടെല്ലുമുണ്ട്. ഇന്ന് വലത് സൈബർ ഇടങ്ങളിൽ മുഴുവനും, പച്ച രാഷ്ട്രീയം പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളിൽ മുഴുവനും ലീഗിൻ്റെ മുഴുവൻ പ്രവർത്തകരും കുഴൽനാടനെ കുഴലൂത്ത് ഇങ്ങോട്ട് വേണ്ട എന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള പ്രചാരണം നടത്തുന്നുണ്ടെങ്കിൽ അത് കേൾക്കാൻ അർഹനാണ് മാത്യു കുഴൽനാടൻ എന്ന് പറയാതെ വയ്യ. ഇതാണ് മാത്യു കുഴൽനാടൻ ഹാൻഡ് ഹോൾഡ് ചെയ്യുന്ന കോൺഗ്രസ് എന്ന പ്രസ്ഥാനം. ഇവിടെ ഒരു ഘടകകക്ഷിക്ക്, ഏത് ഘടകകക്ഷിക്ക് കോൺഗ്രസിൻ്റെ നിലനിൽപ്പിന് വേണ്ടി എന്നും പോരാടിയിട്ടുള്ള മുസ്ലിം ലീഗിന് കൊടുക്കുന്ന വില.